ഹായ്, ചത്താപ്പച്ച എന്ന സിനിമ ഇന്നലെ റിലീസായി. സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ ഭേദപ്പെട്ട സിനിമയായിരുന്നു, ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ സിനിമയ്ക്ക് ഗുണകരമായിട്ടില്ല. ആ റോൾ വളരെ മോശമാണ്. ആ സിനിമയിൽ ഏറ്റവും മോശമായത് ആ വേഷം തന്നെയാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഭൂരിഭാഗം റിവ്യൂവേഴ്സും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമ ഭേദപ്പെട്ട സിനിമയാണ്, മമ്മൂട്ടിയുടെ ആ ക്യാരക്ടർ അത് കുളമാക്കി എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് മമ്മൂട്ടി ഗംഭീരമായി വേറെ ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യം, നീ മോഹൻലാൽ ഫാനാണ്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നീ മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത്. മമ്മൂട്ടി ഗംഭീരമായിരുന്നു, നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് മമ്മൂട്ടി എന്ത് ചെയ്താലും ഇഷ്ടമാവില്ല, നീ കളങ്കാവലിനെ കുറിച്ചും മോശം പറഞ്ഞു എന്ന്. തീർച്ചയായും കളങ്കാവൽ എന്ന സിനിമ ഒരു ഭേദപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിൽ മമ്മൂട്ടി ചെയ്ത ആ ക്യാരക്ടർ മമ്മൂട്ടി അല്ലായിരുന്നു, മറ്റാരെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായേനെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് വേണ്ടി പല വിഷയങ്ങളും അവിടെ മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തോന്നിയിട്ടില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആ വില്ലൻ സ്ത്രീകളെ വശീകരിച്ച് കൊലപ്പെടുത്തുന്ന ഒരാളാണ്. ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി വില്ലൻ വേഷം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം മലയാളത്തിലെ മെഗാസ്റ്റാറാണ് അദ്ദേഹം. ഒരു സിനിമയിൽ പക്കാ വില്ലനായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്, മറ്റു നടന്മാർ ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ സിനിമ OTT റിലീസായി. ഇപ്പോൾ മമ്മൂട്ടിക്ക് ട്രോളുകൾ വരുന്നുണ്ട്. മമ്മൂട്ടി അതിന് ആപ്റ്റ് ആയിരുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അന്ന് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ചോ മമ്മൂട്ടിയെക്കുറിച്ചോ നെഗറ്റീവ് പറഞ്ഞാൽ അവർക്കെതിരെ പല സോഷ്യൽ മീഡിയ അറ്റാക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പല ആൾക്കാരും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട്. എനിക്ക് കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒട്ടും വർക്കായില്ല. അതിനേക്കാളും ദുരന്തമായിരുന്നു ചത്താപ്പച്ച എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ്. ഇത് പറയാൻ പലർക്കും പേടിയാണ്, മടിയാണ്. ബ്രഹ്മയുഗം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ വില്ലൻ വേഷം ഗംഭീരമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു തെറ്റുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ആരും മോശം പറയുന്നില്ല. പക്ഷെ കളങ്കാവൽ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മോശം തന്നെയായിരുന്നു. അതിനേക്കാളും ദുരന്തമായിട്ടാണ് ചത്താപ്പച്ചയിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ. ആ സിനിമയിലെ ഏറ്റവും മോശം വശം മമ്മൂട്ടിയുടെ ക്യാമിയോ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും കുറ്റം പറയുന്നത്. തീർച്ചയായും ഇവിടെ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് മമ്മൂട്ടിയെ കുറ്റം പറയുന്നു എന്നുള്ളതല്ല. മമ്മൂട്ടി മോശമായി കഴിഞ്ഞാൽ മമ്മൂട്ടി മോശമായി എന്ന് തന്നെ പറയും. മമ്മൂട്ടി ഗംഭീരമായി ചെയ്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഗംഭീരമായി ചെയ്തു എന്ന് തന്നെ പറയും. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, മോഹൻലാലിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് മമ്മൂട്ടിയെ കുറ്റം പറയുന്നത് എന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ്. മോഹൻലാൽ മോശം ചെയ്താൽ മോഹൻലാൽ മോശമാണ് എന്ന് തന്നെ പറയും. വൃഷഭ എന്ന സിനിമ മോശമാണ്, അത് തല്ലിപ്പൊളിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഗംഭീരമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ മോശമാണെങ്കിൽ മോഹൻലാൽ മോശം എന്ന് തന്നെ പറയും. മമ്മൂട്ടി മോശമായതുകൊണ്ടാണ് മോശമായി എന്ന് പറയുന്നത്. ഇപ്പം നിവിൻ പോളിയുടെ സർവമായ ഗംഭീര വിജയമായി, നിവിൻ പോളി സൂപ്പറായി എന്ന് നമ്മൾ പറയും. നിവിൻ പോളിയുടെ ഇന്നിറങ്ങുന്ന സിനിമ അത് മോശമായാൽ അത് മോശമായി എന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഇത് ഒരാളുടെയും ഫാനായതുകൊണ്ടല്ല, നമ്മൾക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത്. മമ്മൂട്ടി ചത്താപ്പച്ച എന്ന സിനിമയിൽ വലിയ ദുരന്തമായിട്ടാണ് നമ്മൾക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.